എടാ മക്കളെ മക്കളെ ഇങ്ങോട്ട് വരണ്ടാ, ഇങ്ങോട്ട് വാടാ. ചുമ്മാ കിടന്ന് ഓടി കളിച്ച് വീഴല്ലേ. എൻ്റെ അപ്പൂപ്പൻ്റെ കാല് ഭയങ്കര തരിപ്പ്, ഭയങ്കര വേദന. നിങ്ങൾ കാലൊന്ന് തടയി തന്നാണ്. എൻ്റെ നല്ലോണം തടയിക്കാണ്. പാപ്പന് വയ്യടാ അല്ലേ. എന്താണോ നീ കാണിക്കണേ? എന്റെ മോന് കൊടുത്ത കാലിലായിട്ട് പിടിച്ചിട്ടാണ് നീ അതിൽ ഇടിക്കണ്, അതിൽ പിടിച്ച് വലിക്കണ്. നിനക്കൊരു കാലം തന്നിട്ടില്ലേ? അളിയാ ശരിയാ നടപടി കേട്ടോ. നിങ്ങൾ എപ്പോഴും ഇവിടെ വന്നാൽ എന്റെ കൊച്ചിനെ ചുമ്മാട്ട് വഴക്ക് പറയണം. എന്നുള്ള വഴക്ക് പറയണം? നമ്മൾ കാണിച്ച് വാലാണ്ടല്ലേ. നിങ്ങൾ ഇവിടെ എന്ന് വന്നാലും വിഷയം തന്നില്ല. ചുമ്മാ എപ്പോഴും എന്റെ മോനെ മാത്രം വഴക്ക് പറയണതിനാണ്. നിന്റെ മോനെ വഴക്ക് പറയണല്ല. നിന്റെ മോൻ എന്റെ മോന് കൊടുത്ത കാല് അത് അവന് കൊടുത്ത കാലാണ്. അവന് കാല് മാറുന്ന സ്വഭാവമില്ല. അച്ഛൻ ചോദിച്ചു അച്ഛന്റെ വിലയ്ക്ക് കയറണ്ട. അത് തന്നെ നമ്മളെ എന്തിനാണെന്ന് അറിയുന്നില്ല. പിടിച്ചു ഞാൻ പറഞ്ഞോണ്ട്. ഇത് എന്റെ കാലാണ്. ഈ കാല് കയറിയുള്ള പിടുത്തം നടക്കൂല. അത് പിടിക്കല്ലോ, സ്ലിപ്പ് ചെയ്ത് പോലും ഇങ്ങോട്ട് വരാൻ പാടില്ല. നേരത്തെ നിന്റെ മോ ഇങ്ങനെ പിടിച്ച് അമക്കണം. പിന്നെ ഇങ്ങനെ അമക്കി ഞാൻ കണ്ട്. ഇവിടെ അമിക്കെങ്കിൽ അവന് കൊടുത്തത് ഇതല്ലേ, പിന്നെ അതിൽ കയറി പിടിക്കൂലേ. അച്ഛൻ ചുമരി അച്ഛനെ നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ സംസാരിക്കല്ലേ. ഏത് സമയം വന്നിട്ട് നീയാണ് പ്രശ്നം ഉണ്ടാക്കണം. എവിടെ ഓണായിട്ട് ചുമ്മാ പ്രശ്നം. ഞാനിവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആര് നോക്കിക്കൊണ്ടിരിക്കുന്നു? ഇടിച്ച് എപ്പോ ഇടിച്ച്? നല്ല വേദനിച്ച്. ഞാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെ ഇടിച്ചത്? എടാ ഞാനേ നീ കൂടുതൽ പറയണേ. ഞാൻ ഇതെല്ലാം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ കൂടുതൽ സംസാരിക്കുന്നത് വേണ്ട. സുധി ഞാൻ പറഞ്ഞേ, നമുക്ക് ഇത്രയേ ഉള്ളൂ. രമേശേ, ആവശ്യമില്ലാത്ത വർത്തമാനം വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ മോ ഇതുപോലെയാണ് പിടിച്ചമക്കിയത്. ഇതുപോലെ ഈ കാലിനെ ഒടിച്ചെടുക്കൂടാ ഞാൻ. ഈ കാല് വെച്ചുള്ള നിന്റെ കളി ഇന്നത്തോടുകൂടി തീർക്കും. ഒടിച്ചെടുക്കടാ, ഒടിച്ചെടു. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കാല് ഒടിച്ച, പക്ഷെ നിന്റെ കാലും അതുപോലെ ഓടിക്കൂടാ. നിന്റെ കാല് എടാ നീ ഒടിച്ചോടാ, ഒരു കുഴപ്പമില്ല. മക്കളെ കമ്പ് കൊണ്ട് വാടാ,